നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. വ്യത്യസ്ത വിഷയങ്ങൾ എടുക്കുന്നു, വ്യത്യസ്ത കാഴ്ചപ്പാടിലേക്ക് പോകുന്നു. അതിനിടയിലാണ് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ, സാമൂഹ്യ കാര്യങ്ങൾ, പരിസ്ഥിതി കാര്യങ്ങൾ, ജീവനക്കാരുടെ പ്രശ്നങ്ങൾ, സമൂഹത്തിലെ അശരണരായിട്ടുള്ള സ്കീം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, ജീവനക്കാരുടെ എല്ലാം നമ്മൾ എടുക്കുന്നുണ്ട്. അത് കൂട്ടത്തിൽ വരുന്നത് രാഷ്ട്രീയ വാർത്തയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഒരു അപജയവും അപകടവും ഒക്കെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തെ സജീവമാക്കാൻ, മണ്ഡലത്തിൽ സജീവമാക്കാൻ ഗ്രൂപ്പ് രഹസ്യയോഗം ചേർന്നു എന്നാണ് അറിയുന്നത്. ഷാഫി പറമ്പിലും അതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് പാലക്കാട് MLA കോൺഗ്രസ് നിന്ന് സജീവമല്ലാതിരിക്കുന്ന ആളിനെ ഷാഫി പറമ്പിൽ എംപിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നുവെന്നും ഗ്രൂപ്പിൻ്റെ ഭാഗമായി മണ്ഡലത്തിൽ സജീവമാക്കാനുള്ള ഒരു നിലപാടുണ്ടെന്ന് പറയുന്നു. പാലക്കാട്ട് എത്തിയിരുന്നു KP ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ്റെ വീട്ടിൽ യോഗം ചേർന്നാണ് വിവരം. ഷാഫി ഇത് നിഷേധിച്ചു. ചന്ദ്രനെ കാണാൻ പോയിരുന്നു, പക്ഷേ ഇതിൻ്റെ കാരണത്തിനല്ല എന്ന് പറയും. എന്തായാലും പാലക്കാട്ടെത്തിയത് കല്യാണത്തിൽ പങ്കെടുക്കാനാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു യോഗം ചേർന്നിട്ടില്ല എന്നും 25 കർണാടകത്തിൽ പോകാൻ താൻ വെള്ളിയാഴ്ച രാവിലെയാണ് തിരിച്ചെത്തിയെന്നുമൊക്കെ ചന്ദ്രൻ മാധ്യമങ്ങളോട് പറയുന്നു. എന്തായാലും യോഗത്തെക്കുറിച്ച് അറിയില്ല എന്ന് സണ്ണി ജോസഫും പറയുന്നു. പക്ഷേ എന്തായാലും ശരിയാണ്, രാഹുൽ മാങ്കൂട്ടത്തിനെ കൂടി മുന്നിൽ നിർത്താൻ, അദ്ദേഹം വലിയ നേതാവാണ്, മുന്നിൽ നിർത്താൻ പറ്റിയ നേതാവാണ്. ഇപ്പോൾ സ്ത്രീ വിഷയത്തിലോ ലൈംഗിക വിഷയത്തിൽ അപവാദത്തിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും വലിയ നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്തുകൊണ്ട് വരാം. പക്ഷേ അദ്ദേഹത്തിന് ഇതുവരെ പാലക്കാട് എത്താൻ പറ്റിയിട്ടില്ല. പാലക്കാട് എത്തിയാൽ CPM-ഉം BJP ഒക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നും അറിയില്ല. കാരണം അവിടെ വേറെ വിഷയമുണ്ട്. പൊളിറ്റിക്കലായിട്ട് ഏതെങ്കിലും പരിപാടിയിൽ പങ്കെടുത്താനോ MLA എന്നുള്ള നിലയിൽ ഏതെങ്കിലും പൊതുപരിപാടിയിൽ പങ്കെടുക്കാനോ പോയാൽ സ്വാഭാവികമായിട്ടും അത് രാഷ്ട്രീയമായി വലിയ സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം മണ്ഡലത്തിൽ കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിൽ എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ മണ്ഡലത്തിൽ എത്തിക്കുക എന്നുള്ളതാണ്. രാഹുലിനെ സർക്കാർ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടി പരിപാടികളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിനാൽ കോൺഗ്രസ് പരിപാടികളിലും ഇടമുണ്ടാവില്ല. അപ്പോൾ പിന്നെ എവിടെയാണ് സർക്കാർ പരിപാടിയിൽ നിന്ന് ഗവൺമെൻറ് മാറ്റി നിർത്തുന്നു, പാരലൽ പരിപാടികൾ പിന്നെ കോൺഗ്രസിൻ്റെ പരിപാടിയിൽ നിന്ന് കോൺഗ്രസ് മാറ്റി നിർത്തുന്നു. അപ്പോൾ പിന്നെ ഇദ്ദേഹത്തിന് MLA എന്നുള്ള നിലയിൽ സമാന്തര സമിതികളും ക്ലബ്ബുകൾ, അങ്ങനെ സമാന്തര യോഗങ്ങൾ, പൗരസമിതികൾ ഇതൊക്കെ വിളിച്ച് ഇദ്ദേഹത്തെ സംഘടിപ്പിച്ച് സജീവമാക്കാനാണ് നീക്കം. തള്ളിപ്പറയേണ്ട സാഹചര്യം, അദ്ദേഹത്തിനുള്ള കേസുകൾ നിയമപരമായി നേരിടേണ്ടതാണെന്നുള്ള അഭിപ്രായം യോഗത്തിലുണ്ടായി. അപ്പോൾ അദ്ദേഹത്തെ സമാന്തര യോഗങ്ങളിൽ വിളിച്ചുകൊണ്ട് ക്ലബിൻ്റെ കൊച്ചു പരിപാടിക്ക് വിളിക്കാമല്ലോ. അവിടെ പിന്നെ സംഘർഷം ഉണ്ടായാൽ മാത്രമല്ലേ പ്രശ്നമുള്ളൂ. ആൾക്കൂട്ടോ സംഘർഷം ഉണ്ടാവുമായിരിക്കും. എങ്കിൽ പോലും അത്തരം കാര്യങ്ങളിൽ വിളിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ ഇറക്കി ഒന്ന് സജീവമാക്കാനുള്ള നീക്കം നടക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിലാണ് ഇത് നടന്നതെന്ന് പറയുന്നത്. പക്ഷേ ഷാഫി പറമ്പിൽ ഇത് നിഷേധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു യോഗം നടന്നിട്ടില്ല. പാലക്കാട്ട് പച്ചക്കള്ളമാണ് മാധ്യമം പ്രചരിപ്പിക്കുന്നത്. ഓഫീസിലിരുന്ന് ഞാൻ ആളുകളെ കാണുകയാണ് താൻ ചെയ്തത്, അല്ലാതെ ഒരു പരിപാടിയും ചെയ്തില്ല. KPCC ജനറൽ സെക്രട്ടറി ചന്ദ്രൻ്റെ വീട്ടിൽ ഗ്രൂപ്പ് യോഗം ചേർന്നെന്നായിരുന്നു വാർത്ത. ചന്ദ്രൻ ആ ദിവസം പാലക്കാട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഗ്രൂപ്പ് യോഗം ചേരുക എന്നൊക്കെ ചോദിച്ചിരിക്കുന്നു. എന്തായാലും പാലക്കാട് രാഷ്ട്രീയം ഇളകി മറിയുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം തൽക്കാലം അദ്ദേഹത്തെ KPCCയിൽ നിന്ന് ജനറൽ സെക്രട്ടറി പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റുകയും പാർലമെൻ്ററി ബോർഡിൽ നിന്ന് MLA സ്ഥാനത്തിൽ നിന്ന് പാർലമെൻ്ററി ബോർഡിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തപ്പോൾ തൽക്കാലം വെടി തീർന്നു. ചാനലുകളും മൈക്ക് മടക്കിയിട്ടുണ്ട്. ഇനി എന്താണ് സംഭവിക്കുന്നത് അറിയില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും വരും ദിവസങ്ങളിൽ പാലക്കാട് രാഷ്ട്രീയം ആ കാറ്റ് എങ്ങോട്ട് മറിയുമെന്നറിയില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനേറ്റ അടി ഷാഫി പറമ്പിലിന് വലിയൊരു ഒരു വലത് കൈക്ക് ഇടത് കൈയുടെ കൂട്ടുണ്ട്. ആ രീതിയിലായിരുന്നു. അതിലൊരു വലിയ ക്ഷതമേറ്റിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ പാലക്കാട് രാഷ്ട്രീയം എങ്ങോട്ട് മറിയും എന്ന് നമുക്കറിയാം. ഇതിൽ BJP ക്ലച്ച് പിടിക്കുമോ, അവർ ഇതിൻ്റെ ഗുണഫലമുണ്ടാക്കുമോ, എന്താണ് സംഭവിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം.